ഇസ്മായിലെ, നമ്മുടെ ദുബായ് മാർക്കറ്റ് ക്രാഷ് ആവുമ്പോൾ ഏതാണ് ഫസ്റ്റ് ക്രാഷ് ആവുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്? Before the Dubai market, the bank will be got. ഓക്കെ, ബാങ്ക് ക്രാഷ് ആവാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഇന്ന് സെൻട്രൽ ബാങ്ക് കൊണ്ടുവന്നിട്ടുള്ള പുതിയ 1 ട്രില്യൺ പാക്കേജിനെ കുറിച്ച് നിനക്ക് അറിയാവോ? What is this? I didn't know about this. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മുടെ സെൻട്രൽ ബാങ്ക് ഓഫ് UAE ഒരു 1 ട്രില്യൺ റെസിലിയൻസ് പാക്കേജ് എന്ന് പറഞ്ഞിട്ട് ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് എന്താന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള റീജിയണൽ വാർ ടെൻഷൻസ് ഒക്കെ വരില്ലേ, അങ്ങനത്തെ സമയത്ത് നമ്മളുടെ ഈ ഒരു ബാങ്കിങ് സെക്ടറിന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് അവർ കൊടുക്കുന്ന ഒരു ഫണ്ടിങ് സിസ്റ്റം ആണ്. അതായത് 100% വരെ നമ്മൾ റിസർവ് ചെയ്തിട്ടുള്ള കുറച്ച് ക്രെഡിറ്റ്സ് ഉണ്ടാവും ബാങ്കിന്. അതിൽ നിന്ന് 30% വരെ അവർക്ക് ഇങ്ങനത്തെ അത്യാവശ്യ സമയത്ത് എടുത്ത് യൂസ് ചെയ്ത് ഷോർട്ട് ടേം ലിക്വിഡിറ്റി നീഡ്സ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. I think this is better option for investors. അതെ, കാരണം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ പാനിക് ആയിട്ട് സെല് ചെയ്യണതിന് കാരണം എന്താ? ബാങ്കിങ് എക്കണോമി തകർന്നു കഴിഞ്ഞാൽ ഈ നാടിന്റെ എല്ലാ എക്കണോമിയും കൂടി തകരും. അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ബാങ്കിങ് സെക്ടർ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ റിയൽ എസ്റ്റേറ്റ് വളരെയധികം സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള കുറെ കാര്യങ്ങൾ, അതായത് 4 ടൈപ്പ് ഓഫ് റിസ്ക് മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ മാർക്കറ്റ് മാനേജ്മെന്റ്, ബിസിനസ് ഓണേഴ്സിനുള്ളത്, ബാങ്കിങ് സെക്ടേഴ്സിന്, ഇതിനെല്ലാവർക്കും ഫണ്ടിങ് സിസ്റ്റം ആണ് ഈ ഒരു പാക്കേജിലൂടെ കിട്ടുന്നത്. അപ്പൊ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് ഇത് ഇപ്പൊ ഒന്നുകൂടി എത്ര വേൾഡ് ക്രൈസിസ് വന്നാൽ പോലും വളരെ സ്റ്റേബിളായി നിൽക്കുന്ന രീതിയിലുള്ള ഒരു സെക്ടറാണ് ഈ ബാങ്കിങ്ങിന്റെ അവിടുന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത്, ഈ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് ക്രാഷ് ആവുമെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റ് തകരുന്നതാണ് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ 1 ട്രില്യൺ റെസിലിയൻസ് പാക്കേജിനെ കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം.